+1 Commerce family. അപ്പോൾ അതേ നിങ്ങളുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ ഇരുന്ന് നിങ്ങൾ കാണുക ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്ക് ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റും ഉണ്ട്, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. ഓക്കെ, അപ്പം ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് ടോട്ടൽ 9 ചാപ്റ്റേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് ടോട്ടൽ 8 ചാപ്റ്റേഴ്സും ആണുള്ളത്. ഓക്കെ, ആൻഡ് ഇൻ ടോട്ടൽ നിങ്ങൾക്ക് മൊത്തത്തിൽ 17 ചാപ്റ്റേഴ്സ് ആണ് ഈ വർഷം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, യെസ്. ആൻഡ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇന്ത്യൻ ഇക്കോണമി 1950 to 1990. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് അല്ലേ. ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് ഇന്ത്യൻ ഇക്കോണമിയുടെ സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ്, നമ്മുടെ ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കരകയറണ്ടേ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1950 to 1990 എന്തൊക്കെ കാര്യങ്ങളാണ് വന്നതെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആൻഡ് ഈ ഒരു ചാപ്റ്ററിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെയാണ് പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് 5-year പ്ലാൻസ്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തതാണ് 1950. 1950 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ എക്കണോമിക് ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ അല്ലേ. നമുക്കറിയാം നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ഒരു പരുവത്തിലായിരുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടർ ഒരു പരുവായിരുന്നു, ഫോറിൻ ട്രേഡ് ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, എല്ലാം എന്താണ് താറുമാറായി കിടക്കായിരുന്നു അല്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് കരകയറ്റി കൊണ്ടുവരണം. ഓക്കെ, അതിനുവേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നതാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ഏജൻസി. 1950 ഇത് നിലവിൽ വന്നത്. ഓക്കെ, ഇത് എന്തിനാണ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്നാണ് 5-year പ്ലാൻസ് എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതി എന്ന് നമ്മൾ പറയും. ഓക്കെ, ആൻഡ് 2015 ആയപ്പോൾ നമ്മുടെ ഈ പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ആയി നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു ഇതായിട്ട് മാറി. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ തന്നെയാണ്, പക്ഷെ അത് നീതി ആയോഗായിട്ട് റീപ്ലേസ് ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ 5-year പ്ലാൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് പ്ലാൻ ആണ്. ഓക്കെ, അതായത് ഓരോ 5 വർഷം കൂടുമ്പോൾ നമ്മുടെ പുതിയ പോളിസീസ് കൊണ്ടുവരിക, പുതിയ ഗോൾസ് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ 5-year പ്ലാൻസ് ചെയ്യുന്ന മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ ആദ്യത്തെ 5-year പ്ലാനിൽ അഗ്രികൾച്ചർ ആണെങ്കിൽ പിന്നെ അത് ഇൻഡസ്ട്രിയൽ ആവും, അങ്ങനെ മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 5-year പ്ലാൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് 5-year പ്ലാൻസിന്റെ ഒബ്ജക്റ്റീവ്സ്? ഓക്കെ, എക്സാമിന് 4 മാർക്സിന് സ്ഥിരം ചോദിക്കുന്ന സംഭവമാണ് ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. 4 ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഗ്രോത്ത്, സെക്കൻഡ് വൺ ആണ് മോഡേണൈസേഷൻ, തേർഡ് വൺ ആണ് സെൽഫ് റിലയൻസ് ആൻഡ് ഫോർത്ത് വൺ ആണ് ഇക്വിറ്റി എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ 4 എണ്ണമാണുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞാൻ സിമ്പിളായിട്ടൊരു കോഡ് പറഞ്ഞുതരാം. ജെംസ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, ജെംസ് മുട്ടായി ഇല്ലേ, മുട്ടായി എന്ന് എഴുതി വെക്കരുത്, ജെംസ് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, G for growth, E for equity, M for modernization and S for സെൽഫ് റിലയൻസ്. ഓക്കെ, അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് 5-year പ്ലാൻ. ഓക്കെ, 5-year പ്ലാൻ നമ്മൾ എന്തിനാണ് കൊണ്ടുവന്നത്? നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഒരു രാജ്യത്തിന് രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുമ്പോൾ എന്താണ് അത് നമുക്കറിയാം, ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. എത്ര ഗുഡ്സ് ആൻഡ് സർവീസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നോ അതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഗ്രോത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്കോണമിയിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ GDP കൂടും അല്ലെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഒരു വർഷത്തിൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ മണി വാല്യൂ, അതാണ് GDP എന്ന് പറയുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ആ GDP നമുക്കിവിടെ കൂട്ടാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. ഗ്രോത്ത് കൊണ്ടുവരിക, കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ആണ് നമ്മുടെ മോഡേണൈസേഷൻ എന്ന് പറയും. ഓക്കെ, മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, മോഡേൺ അല്ലേ. പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, ഔട്ട്ഡേറ്റഡ് ആയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ട്രഡീഷണൽ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ മെഷീൻസും ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുക. ആൻഡ് ടെക്നോളജി മാത്രമല്ല നമ്മളിവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ സോഷ്യൽ ഔട്ട്ലുക്ക് കൂടെ നോക്കുന്നുണ്ട്. അതായത് പണ്ടത്തെ ഒരു ചിന്താഗതിയായിരുന്നു സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരുന്ന് അടുക്കളപ്പണി ചെയ്യുക, പുരുഷന്മാരാണ് വെളിയിൽ പോയി വീടിൻ്റെ കാര്യമൊക്കെ നോക്കാനായിട്ട് ജോലി ചെയ്യുക എന്നുള്ളത് അല്ലേ. ആ ചിന്താഗതിയൊക്കെ മാറ്റുക. ഓക്കെ, അത് മാറിയിട്ടുണ്ടല്ലേ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ജോലി ചെയ്യുന്നവരുണ്ട് അല്ലേ. യെസ്, അതാണ് സംഭവം. ഓക്കെ, ആൻഡ് തേർഡ് വൺ ആണ് സെൽഫ് റിലയൻസ്. ഓക്കെ, അതായത് നമ്മൾ ഇന്ത്യക്കാർ
പല കാര്യത്തിനും ഫോറിൻ കൺട്രീസിനായിരുന്നു ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ ഫുഡിൻ്റെ കേസ് തന്നെ, ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന കേസാണെങ്കിലും ഫുഡിൻ്റെ കേസാണെങ്കിലും ഒക്കെ നമ്മൾ ഫോറിൻ കൺട്രീസിനായിരുന്നു ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിപ്പെൻഡൻസ് നമ്മളൊന്ന് കുറയ്ക്കുക. ഓക്കെ, നമ്മൾ എന്നിട്ട് സ്വയം പര്യാപ്തരാകുക. അതാണ് സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്, വേറെ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇന്ത്യനെ എന്താക്കി മാറ്റുക, ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റുക. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നിർത്തിയിട്ട് ആ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുക. അതാണ് സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ ആണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രോസ്പെറിറ്റി, എന്തെങ്കിലും ഡെവലപ്മെൻറ്റോ പ്രോഗ്രസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഈക്വലായിട്ട് ബെനിഫിറ്റ് ആവണം എന്നാണ് നമ്മൾ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റിച്ച് പീപ്പിളിന് മാത്രമല്ല കിട്ടേണ്ടത്, പുവർ പീപ്പിളിനും അത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നമ്മുടെ റിച്ചും പുവറും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ഒരു അന്തരംഗം കുറയ്ക്കുക. ഓക്കെ, സോ എല്ലാവർക്കും ആ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, യെസ്, അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് 5-year plans എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോത്ത് മീൻസ് ആൻ ഇൻക്രീസ് ഇൻ കൺട്രീസ് കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് goods and service, more goods and service. Okay, അതാണ്. And modernization, okay, it means adoption of new technology as well as change in social outlook. Self-reliance means avoiding imports of those goods which could be produced in India itself in order to reduce dependence on ഫോറിൻ കൺട്രീസ്. അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഗുഡ്സ് നമ്മൾ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവും. നമ്മൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിൽ നമ്മൾ സ്വയം പര്യാപ്തരാകാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ആണ് ഇക്വിറ്റി മീൻസ് ഇറ്റ് മീൻസ് ensuring that benefits of economic prosperity reaches the poor section and reducing the inequality in distribution of wealth എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗോൾസ് ഓഫ് 5-year പ്ലാൻ എന്നുള്ളത്. സിമ്പിൾ അല്ലേ? യെസ്. ഓക്കെ, അപ്പം ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഇനിയും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.